ഹായ്, വെൽക്കം ടു മമ്മാസ് കിച്ചൻ. ചക്ക സീസൺ ആയാൽ നമ്മൾ മലയാളികൾ ചക്ക വെച്ചിട്ടുള്ള പലവിധ ഐറ്റംസ് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ചക്ക ഒരു സുന്ദരമായ ഫ്രൂട്ട് കൂടിയാണ് അല്ലേ? ജാനുവരി മാസം അവസാനത്തോടെ ചക്ക സീസൺ ആയി എന്ന് തന്നെ പറയാം. അത് മഴക്കാലം കഴിയുന്നതോടെ അവസാനിക്കുകയും ചെയ്യുന്നു. പിന്നെ ചക്ക വെച്ച് എന്തെങ്കിലും ഒരു ഡിഷ് കഴിക്കണമെങ്കിൽ അടുത്ത വേനൽക്കാലം വരെ കാത്തിരിക്കണം. എന്നാൽ ചക്കയുടെ പൾപ്പെടുത്ത് മാസങ്ങളോളം എങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാം എന്നാണ് മമ്മാസ് കിച്ചണിലെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ പൾപ്പ് ഉപയോഗിച്ച് ചക്ക വരട്ടിയത്, ചക്കയട, ചക്കയപ്പം അഥവാ കുമ്പിളപ്പം, ചക്ക ലസ്സി, ചക്ക ഷേക്ക്, അങ്ങനെ പല വിധത്തിലുള്ള ഡിഷസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ചക്കയിൽ കൂഴച്ചക്കയുടെയും വരിക്കച്ചക്കയുടെയും പൾപ്പ് നമുക്ക് പ്രിസർവ് ചെയ്തെടുക്കാവുന്നതാണ്. കൂഴച്ചക്കയുടെ ചുള എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്ലഫി ആയിട്ട് വഴുക്കലുള്ള നൂലൊക്കെയുള്ള ഒരു തരം ചക്കയാണ്. എന്നാൽ വരിക്കച്ചക്കയുടെ ചുള സ്വല്പം ഹാർഡായിട്ടിരിക്കും കൂഴച്ചക്കയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതിൽ നൂലൊന്നും അങ്ങനെ കാണില്ല. അതിൽ കൂഴച്ചക്കയുടെ പൾപ്പ് എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത്. അതിന് ആദ്യമായിട്ട് വീതിയുള്ള ഓട്ടയുള്ള സ്ട്രെയിനർ പോലത്തെ ഒരു പാത്രം എടുക്കുക. ഇതുപോലത്തെ ഇതിൻ്റെ ഹോൾസ് തീരെ ചെറുതാകരുത്, കാരണം തീരെ ചെറുതായി കഴിഞ്ഞാൽ ചക്കയുടെ പൾപ്പിന് ഇതിലൂടെ ഊർന്ന് താഴേക്കുള്ള പാത്രത്തിലേക്ക് വീഴാനായിട്ട് ബുദ്ധിമുട്ടാകും. താഴെ വെക്കാനായിട്ട് വീതിയുള്ള ക്ലീനായിട്ട് ഉണങ്ങിയ മറ്റൊരു പാത്രവും എടുത്തു വയ്ക്കുക. ഇതുപോലത്തെ ഈ ഉണങ്ങിയ പാത്രത്തിൻ്റെ മുകളിലാണ് സ്ട്രെയിനർ വെക്കേണ്ടത്. അതിനുശേഷം കുരുവോടുകൂടിയ ചക്കച്ചുള സ്ട്രെയിനറിലിട്ട് നമ്മൾ ഞെരടി അതിൻ്റെ നൂലും പിസറും ചക്കക്കുരുവുമെല്ലാം സ്ട്രെയിനറിൽ സെറ്റിലാവുകയും അതിൻ്റെ പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത് താഴെയുള്ള പാത്രത്തിലേക്ക് ഊർന്നു വീഴുകയും ചെയ്യും. ഇനി ആ സ്ട്രെയിനറിലേക്ക് കുരുവോട് കൂടിയിട്ടുള്ള കൂഴച്ചക്ക ചുളകൾ നമ്മൾ എടുത്തിടുക. അതിനുശേഷം അതിൻ്റെ കുരുവും നൂലും എല്ലാം കളഞ്ഞ് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എങ്ങനെയാണ് മമ്മ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മളില്ലേ നമ്മുടെ മുൻവശത്ത് നിൽക്കുന്ന കൂഴപ്ലാവിലെ ചക്കപ്പഴം ഉരിഞ്ഞെടുക്കുക കേട്ടോ. അതേ ഒരു തുളയം പാത്രത്തിൽ ഒരു ചക്ക പൊളിച്ചത് ഇത് മുഴുവനോ കുഞ്ഞു ചക്കയല്ലേ, അത് കടുമധുര, അത് ഉരിഞ്ഞ് ഈ പാത്രത്തിൽ ഇട്ടേക്കുവാണ്. ഇനി നമ്മൾ ഒരു സ്വല്പം വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കാണിച്ചു തരാം എങ്ങനെയാണ് നൂല് മാറ്റണത്. കാണിച്ചു തരാം കേട്ടോ. കൂഴച്ചക്കയ്ക്കാട്ടോ ഇങ്ങനെ ചെയ്യണത്. ആദ്യം എല്ലാത്തിൻ്റെയും കുരു കളയണം അല്ലേ? അല്ല, ഞാൻ എളുപ്പത്തിന് എങ്ങനെയാണെന്ന് അറിയാം. അത് എങ്ങനെ അങ്ങ് ചെയ്യുമ്പോൾ കുരു അടർന്ന് മാറും. കാണിച്ചു തരാം. തന്നെ മാറിക്കോളും. അപ്പോൾ ഓരോന്നും കളയണ്ട, ഓരോന്നും കളയാനൊന്നും താമസമല്ലേ. ഇതിപ്പോൾ ഒരു കുഞ്ഞു ചക്ക പൊളിച്ചത് അത്രേ ഉള്ളത്. തവണ കുരു എന്നുള്ള ചക്ക നല്ല പഴുത്ത കൂഴച്ചക്കയാണ്. ഇങ്ങനെ എടുത്താൽ 100 കിട്ടുകയുള്ളൂ കേട്ടോ. നന്നായിട്ട് പഴുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കാമ്പ് ഉതിർന്ന് പോരൂല നമ്മളിങ്ങനെ ഇത് ചെയ്യണ്ട. അപ്പം നന്നായിട്ട് പഴുത്ത കൂഴച്ചക്ക ഇങ്ങനെ കിഴുത്ത പാത്രത്തിലോ അല്ലെങ്കിൽ ഈ കൊട്ടയുണ്ട്, വട്ടക്കൊട്ട, ആ വട്ടക്കൊട്ടയിലോ ഇട്ട് ഇങ്ങനെ നൂല് കളയണതാണ് പഴയ ആൾക്കാരുടെ രീതി. അങ്ങനെയാണ് കൂഴച്ചക്കയുടെ നൂല് കളഞ്ഞെടുക്കുന്നത്. വരിക്കച്ചക്ക എങ്ങനെയാണെന്ന് വെച്ചാൽ പഴുത്ത വരിക്കച്ചക്ക നമ്മൾ പൊളിച്ചെടുത്തിട്ട് അതെല്ലാം ചെറുതായിട്ട് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ അരിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കണം. മിക്സിയിലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാനേ പാടുള്ളൂ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ പൾപ്പ് കേടായി പോകും. എന്നിട്ട് അരച്ചെടുത്ത ഈ പേസ്റ്റ് ഒരു പാത്രത്തിലേക്കോ ഉരുളിയിലേക്കോ മാറ്റിയതിന് ശേഷം ഗ്യാസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടെടുക്കുക. തിളപ്പിക്കരുത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്ത് അതിലേക്ക് ഈ പൾപ്പ് മാറ്റിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് അടച്ച് ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ ഈ പൾപ്പ് കേടുകൂടാണ്ടിരുന്നോളും. കൂഴച്ചക്കയ്ക്കാണ് ഇതുപോലെ നൂല് കളയണത്. കൂഴയാകുമ്പോൾ നല്ല വഴുവഴുപ്പുള്ള ചക്കയായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് ഏറ്റവും നല്ലത്. വരിക്കയ്ക്ക് എങ്ങനെയാണെങ്കിൽ അങ്ങനെ അടിച്ചാലും കുറച്ച് നാരൊക്കെ കടിക്കാനുണ്ടാവും. അടിക്കണം. നല്ല കട്ടിയുള്ള ചക്കച്ചുളയല്ലേ ഇത്? നല്ല വഴുവഴുപ്പുള്ള ചക്കയാണല്ലേ? വഴുവഴുപ്പം നല്ല, അത് പഴുത്തത് കൊണ്ട് അങ്ങനെ വഴുവഴുപ്പം. പിന്നെ തീരെ ചെറിയ ചുളയാണ് ഇട്ടോണം. മറ്റേ സാധാരണ ഒരുപാട് വലിയ ചക്കയാവാറുണ്ട്, ഒത്തിരി ചുളയുണ്ടാവാറുണ്ട്. ഇത് കുരു എന്നുള്ള ചുളയാണ്.
ഇങ്ങനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആ പൾപ്പുണ്ടല്ലോ, നൂലും കുരുവും ഒക്കെ കളഞ്ഞിട്ട് ആ പൾപ്പ് ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് ചൂടാക്കണം. തിളയ്ക്കാൻ പാടില്ല, ചൂടാക്കാനേ പാടുള്ളൂ. നമ്മൾ ഈ താളിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അത് ചൂടാറിക്കഴിഞ്ഞ് ഒരു കണ്ടെയ്നറിൽ അടച്ച് എയർ ടൈറ്റ് ആക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു 6 മാസം വരെ അത് കേടുകൂടാണ്ട് ഇരുന്നോളും ഈ പൾപ്പ്. അതെ, എന്നിട്ട് നമുക്ക് ആ ചൂടാക്കി വെക്കുന്ന സിറപ്പ് എടുത്ത് നമുക്ക് ചക്കയപ്പം ചൂടാം. ചക്ക വരട്ടാനും എടുക്കാം. വെറുതെ ചൂടാക്കി വെക്കണം. ചീനിച്ചട്ടിയിൽ ചുമ്മാ വെള്ളം വറ്റിച്ച് ചൂടാക്കി, വെള്ളം വറ്റി ഇതിൽ ചേർക്കണം. വെള്ളം വറ്റി കഴിഞ്ഞാൽ ചീത്തയാവാതിരിക്കും, വെള്ളാംശം പാടില്ല. എന്നിട്ട് തണുപ്പിച്ച് വെറുതെ കണ്ടെയ്നറിൽ വെച്ചാൽ മതി. 6 മാസം ഉറപ്പായിട്ടിരിക്കും. ആണോ? ഞാൻ 3-4 മാസമൊക്കെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പോലെ. അത് ശരി, അത് നല്ലൊരു ടെക്നിക്കാണല്ലോ. ടെക്നിക്ക്. അതുപോലെ മാങ്ങയുടെ സിറപ്പും അങ്ങനെ എടുത്ത് വെക്കാം. മാംഗോ ജ്യൂസിന് എളുപ്പം. അത് നമുക്കിനി ഒരു എപ്പിസോഡിൽ കാണിക്കാം, ലൈവായിട്ട് എടുക്കാം. ഇത് ചക്ക സീസൺ ഇല്ലാത്തപ്പോഴും അപ്പൊ നമുക്ക് ചക്ക വിഭവങ്ങൾ കഴിക്കാം. ചക്കയപ്പം ഉണ്ടാക്കാം, ചക്ക വരട്ടിയതും ഉണ്ടാക്കാം, ചക്ക എലിവെട്ടി എടുക്കാം. ഈ ടെക്നിക്ക് എനിക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ പലതും അമ്മയുടെ കസ്റ്റഡിയിലില്ലേ. ചക്കയുടെ നൂല് കണ്ടോ, കുഴിച്ചക്കയുടെ നൂല് എന്താ പോരാവുന്നതെല്ലാം അതിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പം അടിയിൽ സിറപ്പ് കാണിക്കാം. എന്താ ഇതാ നൂല്. വരിക്കച്ചക്കയ്ക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റൂല, ഹാർഡല്ലേ. അതിങ്ങനെ അരിഞ്ഞ് മിക്സിയിൽ കാണിക്കാം. വിട്ടെ, ഞാൻ കാണിക്കാം. കാണാൻ മേല. ഓ, ഇത് നൂലാണല്ലേ? ഇത് മുഴുവൻ നൂല. ഇത് വായിൽ പോയ കൊണ്ടുപോലെ ഇരിക്കും നമുക്ക്. വരട്ടമ്പി ഒന്നും നൂല് പാടില്ല. ഇങ്ങനെയാ പൾപ്പ്. ഏതാ പൾപ്പ്? അടിയിൽ കാണിച്ചു തരാം. ഇത് വേസ്റ്റ് ആയത് കളയണം നമുക്ക്. വരിക്കച്ചക്കയ്ക്ക് എന്നാന്ന് വെച്ചാൽ ഹാർഡായതുകൊണ്ട് അരിഞ്ഞ് മിക്സിയിൽ അടിച്ചെടുക്കാവുള്ളൂ. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഹാർഡല്ലേ. അത് കാരണം ഇത് കണ്ടോ, കാണാമോ? ഇത് മുഴുവൻ കൊള്ളൂല. ഈ അടിയിൽ ഇതുണ്ട്, അത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിന്റെ അടിയിലുള്ള സിറപ്പ് കാണിച്ചു തരാം കേട്ടോ. കുഞ്ഞു ചക്കയായിരുന്നോണ്ട് കുറച്ച് സിറപ്പ് ഉണ്ടാവുള്ളൂ, നൂലാണ് കൂടുതൽ. ഇത് കണ്ടോ, ഇതിന്റെ സിറപ്പ് കാണിച്ചു തരാം. ഓ, ഇത്രയും സിറപ്പ് കൊണ്ട് വീട് കിടപ്പുണ്ടല്ലേ? ഇത്രേ ഉള്ളൂ, ചെറുതേ സാധനം അല്ല. ഞാൻ ഇനി നമുക്കൊരു 4-5 എണ്ണത്തിന്റെ സിറപ്പ് ഇങ്ങനെ എടുത്തിട്ടാണ് നമുക്ക് ഉരുളിയിൽ ഉണ്ടാക്കിയ ഒരു പ്ലേറ്റില് ചക്ക വരട്ടിയത് ഉണ്ടാവുള്ളൂ. അപ്പൊ നാളെ നമുക്ക് എടുക്കണം. ഇതപ്പോ പ്യുവർ സിറപ്പ് തന്നെയാണ്. സിറപ്പാ. ഈ സിറപ്പാണ് കണ്ടെയ്നറിൽ ഒന്ന് ചൂടാക്കി വെള്ളം വറ്റിച്ച് വെച്ച 6 മാസം ഉറപ്പായിട്ട് ഇരിക്കും, കേടാകാതെ. ഫ്രീസറിൽ വെക്കണം. അത് അടിപൊളി, അത് സെറ്റപ്പ്. അത് ഇത് മുഴുവനും അതിന്റെ നൂലാണല്ലേ? തൊടുമ്പോ തന്നെ അറിയാട്ടോ. ഇതിനുള്ള നമുക്ക് ശരിയാക്കാട്ടോ, ഒന്ന് ചൂടാക്കി. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ചക്കയുടെ ഈ പൾപ്പ് ഒരു പാത്രത്തിലേക്ക് ഒരു ഉരുളി ആക്കിയതിന് ശേഷം ഗ്യാസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ചൂടാക്കാനേ പാടുള്ളൂ, തിളപ്പിക്കരുത്. തിളച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റായിട്ട് മാറിപ്പോകും. ചക്ക വരട്ടുമ്പോൾ ഒക്കെ ഉള്ളൊരു ടേസ്റ്റിലേക്ക് മാറും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ. ഇതിൻ്റെ പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ചക്കച്ചോള നമ്മൾ ഞെരടിയപ്പോൾ കുറച്ച് വെള്ളം താളിച്ചായിരുന്നു. ആ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കണമെന്ന് പറഞ്ഞത്. അതിനുശേഷം ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് ഈ പൾപ്പ് പകർത്തിയിട്ട് നമ്മൾ എയർ ടൈറ്റായിട്ട് ആ കണ്ടെയ്നർ അടച്ച് ഒരു 6 മാസം വരെ ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കേടുകൂടാണ്ടിരിക്കും. അങ്ങനെ സീസൺ അല്ലാത്തപ്പോഴും നമുക്ക് ഈ പൾപ്പ് ഉപയോഗിച്ചിട്ട് ചക്ക വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ വരിക്കച്ചക്കയാണെങ്കിൽ ഇതുപോലെ നൂലൊന്നും കളയേണ്ട ആവശ്യമില്ല. അത് വരിക്കച്ചക്ക ചുളകൾ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് അരച്ചതിന് ശേഷം അത് ഗ്യാസിൽ വെച്ച് ചെറുതായി ഒന്ന് ചൂടാക്കി, ചൂട് നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അത് അടച്ചു വെച്ച് ഫ്രീസറിൽ 6 മാസം വരെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ചക്ക സീസൺ അല്ലാത്തപ്പോഴും ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ കഴിക്കാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയാണിത്. അതും പ്യുവർ ജാക്ക് ഫ്രൂട്ട് പൾപ്പ് കൊണ്ട് തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോയുടെ തൊട്ട് താഴെ റൈറ്റ് സൈഡിലായിട്ട് സബ്സ്ക്രൈബ് എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഫ്രണ്ട്സിന് ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ ബൈ.